സംഘർഷം തുടരുന്ന മണിപ്പൂർ ചുരാചന്ദ്പൂരിൽ വീണ്ടും നിരോധനാജ്ഞ 2 മാസത്തേക്ക് കൂടിയാണ് നിരോധനാജ്ഞ ഏർപ്പെടുത്തിയത്. ഇന്നലെ ജില്ലയിലെ പല മേഖലകളിലും ഏറ്റുമുട്ടൽ നടന്നതായാണ് റിപ്പോർട്ട്. ആർ അച്യുതൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അച്യുതൻ, വീണ്ടും ചുരാചന്ദ്പൂര് സംഘർഷ മേഖലയാവുകയാണോ? വേണു, തീർച്ചയായിട്ടും ഇന്നലെ ഈ ചുരാചന്ദ്പൂർ ജില്ലയിലെ പല മേഖലകളിലും ഏറ്റുമുട്ടൽ നടന്നിരുന്നു. ഇത് സംബന്ധമായിട്ടുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ തന്നെ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഈ ജില്ലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. നിലവിൽ ഫെബ്രുവരി 18 വരെയാണ് ഈ നിരോധനാജ്ഞ കാലയളവ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. 2 മാസം പൂർണ്ണമായിട്ടും നിരോധനാജ്ഞ ഈ പ്രദേശത്ത് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ തെറ്റായ വിവരങ്ങൾ പടരാതിരിക്കുവാനും ഒപ്പം തന്നെ ഈ സംഘർഷ സാധ്യത കുറയ്ക്കുവാനും വേണ്ട മുൻകരുതലിൻ്റെ അടിസ്ഥാനമായിട്ടാണ് ഈ നിരോധനാജ്ഞ ഇപ്പോൾ അടിയന്തരമായി ഏർപ്പെടുത്തിയത് എന്നുള്ളതാണ് സർക്കാരിൻ്റെ വിശദീകരണം. ഒപ്പം തന്നെ ഈ ചുരാചന്ദ്പൂരിലെ ഈ സംഘർഷ മേഖലകൾ, പൊതുവെ ഇന്നലെ സംഘർഷമുണ്ടായ മേഖലകളിൽ കൂടുതൽ സേനയെ ഇപ്പോൾ വിന്യസിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം പൊതുജനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞു ഇതിനോടകം തന്നെ. കാരണം ഒരു തരത്തിലും ഇത്തരം പ്രകോപനങ്ങളിലേക്ക് കടക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ചുരാചന്ദ്പൂരിൽ ഒരു നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സംഘർഷ സാധ്യത കുറയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടിയുടെ ഭാഗമായാണ് സർക്കാർ ഈ നിരോധനാജ്ഞ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വേണു, ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.